മാർച്ച് 15 നോമ്പുകാലത്തിലെ 4-ാം ഞായറാഴ്ച. യോഹന്നാൻ 9:1-41 വരെ വാക്യങ്ങൾ. എൻ്റെ സന്യാസ സമൂഹത്തിലെ ഒരു അംഗമായ റെഡംപ്റ്ററിസ് ഫാദർ M.A. ജോസഫ് കഴിഞ്ഞ 16 വർഷമായി നാഡീവൈകല്യം മൂലം അന്ധനാണ്. തുടക്കത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടതിലെ ആഴത്തിലുള്ള ദുഃഖം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ കാലക്രമേണ ഫാദർ ജോസഫ് തൻ്റെ അവസ്ഥയെ സ്വീകരിച്ച് ശാന്തവും ശക്തവുമായ ഒരു സാക്ഷിയുടെ ജീവിതമാക്കി മാറ്റി. അന്ധത ഉണ്ടായിരുന്നിട്ടും ഫാദർ ജോസഫ് ഞങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനകളിലും ഭക്ഷണത്തിലും പൂർണ്ണമായും പങ്കെടുക്കുന്നു. പുരോഹിതന്മാർക്കും സന്യസ്തർക്കും ബിഷപ്പ്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കുമ്പസാരക്കാരനും ആത്മീയ ഉപദേഷ്ടാവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ആഴത്തിലുള്ള ചോദ്യമുയർത്തുന്നു. ഇത്രയധികം പരിമിതികളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര സന്തോഷവും വിശ്വാസവും പ്രസരിപ്പിക്കാൻ കഴിയുക? മറ്റൊരു ചോദ്യം, ദൈവം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ധത സുഖപ്പെടുത്താത്തത്? ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിധ്വനിക്കുന്ന ചോദ്യങ്ങളാണിവ. നോമ്പുകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച ഇന്ന് ലാറ്ററൻ ഞായർ എന്നാണ് പറയുന്നത്. അതായത് സന്തോഷിക്കുന്ന ഞായർ. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നതിനായി സഭ ആ നോമ്പുകാലത്തിലെ പശ്ചാത്താപത്തിൽ നിന്ന് ഇന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇന്നത്തെ ആരാധനക്രമത്തിൽ നമ്മുടെ എല്ലാ ആത്മീയ ഇന്ദ്രിയങ്ങളെയും ഉണർത്താനും അതിൽ പങ്കാളികളാകാനും നമ്മെ ക്ഷണിക്കുന്നു. കുർബാനയിലൂടെ നമുക്ക് ദൈവത്തെ യഥാർത്ഥത്തിൽ കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും മണക്കാനും കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യൻ്റെ രോഗശാന്തിയുടെ കഥയുണ്ട്. ഈ അന്ധൻ നമ്മളെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു. നാം എല്ലാവരും ഒരു വിധത്തിൽ അന്ധരാണ്. ദൈവത്തെയോ മറ്റുള്ളവരെയോ നമ്മളെ തന്നെയോ യഥാർത്ഥത്തിൽ നാം ആയിരിക്കുന്ന പോലെ കാണാൻ കഴിയുന്നില്ല. ജന്മന അന്ധനായ മനുഷ്യൻ്റെ രോഗശാന്തി യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചമായി വെളിപ്പെടുത്തുന്നു. തുറന്ന കണ്ണുകളിൽ നിന്നല്ല, വിശ്വസിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥ കാഴ്ച ലഭിക്കുന്നത്. ഇന്നത്തെ ദിവ്യബലിയിൽ റോസ് നിറമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ സന്തോഷിക്കാനുള്ള ആഹ്വാനമാണിത്. ശാരീരികമായി അന്ധനാണെങ്കിലും ഫാദർ ജോസഫ് വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണുന്നു. നമ്മുടെ കണ്ണുകളുടെ അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് പ്രധാനം എന്നത് ഇതോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ഇനി ബാക്കി ദിവസങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിലേക്ക് നമുക്ക് തിരിയാം. അവനോട് നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ ആവശ്യപ്പെടാം. സുവിശേഷത്തിലെ മനുഷ്യനെപ്പോലെ നമുക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും അന്ധതയിൽ നിന്ന് കാഴ്ചയിലേക്കും നീങ്ങാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും സന്തോഷത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. എല്ലാവർക്കും വിശുദ്ധമായ സന്തോഷപ്രദമായ ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.